നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഉപ്പും മുളകും എന്ന സീരിയലിലൂടെ മലയാളികൾക്ക് സുപരിചിതരാണ് ബിജു സോപാനവും SP ശ്രീകുമാറും. ഇപ്പോൾ ഈ രണ്ട് നടന്മാർക്കെതിരെയും ഒരു പീഡനാരോപണത്തിൽ ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തിരിക്കുന്നു. ക്രൂരമായ ലൈംഗിക പീഡനമാണ് ഒരു നടനെതിരെ ചുമത്തിയിരിക്കുന്നത്. മറ്റേ നടൻ ഭീഷണിപ്പെടുത്തുകയും തനിക്ക് വഴങ്ങണമെന്ന് നടിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. നിലവിൽ കേസ് കൊച്ചി തൃക്കാക്കര പോലീസിന് കൈമാറി. ഹേബ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം തന്നെ സീരിയൽ നടിയുടെ കേസും അന്വേഷിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഇരുവർക്കുമെതിരെ ഉയർന്നിരിക്കുന്ന പീഡന പരാതിക്ക് ആസ്പദമായ സംഭവം നടന്നത് ഈ അടുത്ത കാലത്ത്. നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ പല ആരോപണങ്ങളും ഉയർന്നിരുന്നു. എന്നാൽ അവയ്ക്കൊക്കെ വളരെയേറെ കാലത്തിന്റെ പഴക്കമുണ്ട്. നടന്മാരുടെ പീഡന ശ്രമത്തെ തുടർന്ന് പിന്നീട് സീരിയൽ പോലും വേണ്ടെന്ന് വെക്കുന്ന തലത്തിലെത്തി നടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ രൂക്ഷമായ ആരോപണം ഈ നടന്മാർക്കെതിരെ ഉയർന്നിരിക്കുന്നത്. സീരിയൽ ചിത്രീകരണത്തിനിടയിലാണ് അതിക്രമം നടന്നു എന്ന പരാതി ഉയർന്നത്. സീരിയൽ ചിത്രീകരണത്തിനിടയിൽ നടിയോട് തങ്ങൾക്ക് വഴങ്ങണമെന്ന് ഈ നടന്മാർ ആവശ്യപ്പെട്ടു. തുടർന്ന് ഇവരിലൊരു നടൻ നടിയെ ക്രൂരമായി പീഡിപ്പിച്ചുവെന്നാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. പ്രാഥമിക പരിശോധനകൾക്ക് ശേഷമാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കുമെന്നും ഈ നടന്മാർ ഉടൻ അറസ്റ്റിലാകുമെന്നും പോലീസ് സൂചനകൾ നൽകുന്നു. സീരിയൽ രംഗത്ത് നിലനിൽക്കണമെങ്കിൽ തങ്ങൾക്ക് വഴങ്ങണമെന്നാണ് നടന്മാർ ഈ നടിയോട് ആവശ്യപ്പെട്ടത്. പിന്നാലെ ഒരു നടന്റെ ക്രൂരമായ പീഡനം. സീരിയൽ രംഗത്തും സിനിമയ്ക്ക് സമാനമാണ് സാഹചര്യമെന്നും വ്യക്തമാക്കുന്നതാണ് ഈ പുറത്തുവരുന്ന സംഭവങ്ങൾ. തുടർന്ന് നടി ചാനൽ അധികൃതർക്ക് മുൻപാകെ പരാതി ഉന്നയിച്ചു. എന്നാൽ ചാനൽ അധികൃതർ കൈമലർത്തി. സീരിയൽ ലോകത്ത് വലിയ സ്വാധീനമുള്ള നടന്മാരാണ്, അവരെ പിണക്കുന്നത് അത്ര ഗുണകരമാവില്ല എന്ന് നടിയെ ചിലർ ഉപദേശിച്ചു. പരാതിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല പോലീസ്. അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം പരാതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരും എന്ന സൂചനകളാണ് പോലീസും നൽകുന്നത്. ജനപ്രിയ സീരിയലുകളിലെ താരങ്ങളാണ് SP ശ്രീകുമാറും ബിജു സോപാനവുമൊക്കെ. മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരർ. അവരുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു അതിക്രമമുണ്ടായതിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് കേരളത്തിലെ ടെലിവിഷൻ പ്രേക്ഷക ലോകം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 50 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 4 കേസുകളിൽ അന്വേഷണം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് കോടതിക്ക് നൽകിയെന്നും ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. ഇരുവർക്കുമെതിരെ പരാതി നൽകിയിരിക്കുന്നത് സീരിയൽ രംഗത്തെ പ്രമുഖ നടി തന്നെ. അതുകൊണ്ട് തന്നെ ഈ കേസ് തേച്ചുമായ്ച്ചു കളയാൻ അത്ര എളുപ്പമല്ല. അടുത്ത കാലത്ത് സീരിയൽ രംഗത്ത് നിന്ന് സിനിമയിലേക്ക് ചേക്കേറിയ നടന്മാരാണ് ബിജു സോപാനവും SP ശ്രീകുമാറും. ഇരുവരെയും ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുന്നു. ചോദ്യം ചെയ്യലിന് പിന്നാലെ അറസ്റ്റിനുള്ള നടപടികൾക്കും പോലീസ് ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് നടന്മാർ. ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കുമ്പോൾ കേസിന്റെ കൂടുതൽ വസ്തുതകൾ പുറത്തുവരും എന്ന് മാധ്യമലോകം കണക്കുകൂട്ടുന്നു. കാവാലം നാരായണ പണിക്കർ ആരംഭിച്ച സോപാനം എന്ന നാടക സ്ഥാപനത്തിലൂടെയാണ് ബിജു അരങ്ങിലെത്തുന്നത്. പിന്നീട് മിനിസ്ക്രീനിലും സിനിമകളിലുമൊക്കെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. എന്നാൽ സോപാനത്തെ ബിജു കൈവിട്ടില്ല. തന്റെ പേരിനൊപ്പം സോപാനം എന്നുകൂടി അദ്ദേഹം ചേർത്ത് വെച്ചു. സ്വാഭാവിക അഭിനയ ശൈലി തന്നെയാണ് ബിജു സോപാനത്തെ വേറിട്ട് നിർത്തുന്നത്. സുരാജ് വെഞ്ഞാറമൂടിന് ശേഷം സ്വാഭാവിക നർമ്മശൈലിയുമായി വെള്ളിത്തിരയിൽ നിറഞ്ഞ നടനാണ് ബിജു സോപാനം. തിരുവനന്തപുരം ഭാഷയെ മിനി സ്ക്രീനിലൂടെ പ്രശസ്തമാക്കിയതിനു പിന്നിലും ബിജു സോപാനത്തിന് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞു. എന്നാൽ സ്ത്രീ പീഡനങ്ങളിൽ കൂടി ഇപ്പോൾ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ബിജു സോപാനവും SP ശ്രീകുമാറുമൊക്കെ കേസിന്റെ നൂലാമാലകളിലേക്ക് കടക്കുന്നു. തിരുവനന്തപുരം സ്വദേശിയാണ് ബിജു. ചാനൽ ഷോകളിലും മിനി സ്ക്രീൻ പരമ്പരകളിലുമൊക്കെയാണ് ബിജു നിറഞ്ഞു നിന്നത്. പിന്നീട് സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം മുഴുനീള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ബിസ്ക്രീനിലും താരമായി. ബിജു സോപാനം സിനിമയിലേക്ക് തന്നെയായിരുന്നു തന്റെ പ്രതീക്ഷകൾ അർപ്പിച്ചിരുന്നത്. അതുകൊണ്ട് മെമ്പർഷിപ്പ് എടുക്കാൻ പോലും അദ്ദേഹം മിനക്കെട്ടില്ല. സാധാരണഗതിയിൽ സീരിയൽ ലോകത്ത് നിന്ന് ഇത്തരം പീഡന പരാതികൾ ഉയർന്നു വന്നാൽ സംഘടനാ ഭാരവാഹികൾ ഇടപെട്ട് അത് ഒതുക്കി തീർക്കുകയാണ് പതിവ്. എന്നാൽ ബിജു സോപാനം ആത്മയിൽ മെമ്പറല്ല എന്നതുകൊണ്ട് തന്നെ നടി ഇത്തരമൊരു പരാതിയുമായി ആത്മയെ സമീപിച്ചില്ല. ചിരിയിലൂടെ മലയാള പ്രേക്ഷക മനസ്സ് കീഴടക്കിയ നടനാണ് SP ശ്രീകുമാർ.
ഉപ്പും മുളകും സീരിയലും മറിമായം തുടങ്ങിയ സീരിയലുകളാണ് SP ശ്രീകുമാറിനെ ഏറെ ശ്രദ്ധേയനാക്കിയത്. സിനിമ സീരിയൽ താരം സ്നേഹ ശ്രീകുമാറാണ് SP ശ്രീകുമാറിന്റെ ഭാര്യ. സീരിയൽ രംഗത്തും പീഡന പരാതികൾ ഏറിവരുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. ഈ അടുത്ത കാലത്ത് ഒരു സീരിയൽ പ്രൊഡ്യൂസർക്കും പ്രൊഡക്ഷൻ കൺട്രോളർക്കുമെതിരെ ബലാത്സംഗത്തിന് പോലീസ് കേസെടുത്തിരുന്നു. തിരുവനന്തപുരം സ്വദേശിയായ നടിയുടെ പരാതിയിൽ സീരിയൽ പ്രൊഡ്യൂസർ സുധീഷ് ശേഖർ, കൺട്രോളർ ഷാനു എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. സീരിയലിൽ അവസരം നൽകാം എന്ന് വാഗ്ദാനം നൽകി നടിയെ പീഡിപ്പിക്കുകയായിരുന്നു. ഇക്കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ നടി വ്യക്തമാക്കുകയും ചെയ്തു. ഈ അടുത്ത കാലത്ത് സീരിയൽ സംവിധായകൻ സുധീഷ് ശങ്കറിനെതിരെ നടിയായ താരലക്ഷ്മി കഠിനംകുളം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിരുന്നു. ഏഷ്യാനെറ്റിലെ പാടാത്ത പൈങ്കിളി ഉൾപ്പെടെയുള്ള സീരിയൽ സംവിധാനം ചെയ്ത് ശ്രദ്ധേയനായ വ്യക്തിയാണ് സുധീഷ് ശങ്കർ. ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ച് സീരിയൽ സ്വപ്നവുമായി നിന്ന നടിയെ പ്രൊഡക്ഷൻ കൺട്രോളർ വഴിയാണ് സുധീഷ് ശങ്കർ സീരിയലിലേക്ക് ക്ഷണിക്കുന്നത്. ഓരോ അഭിനേതാവിനും ഓരോ സമയമെന്നാണ് മുൻകൂട്ടി അറിയിച്ചത്. അതുകൊണ്ട് തന്നെ സ്ഥലത്ത് മറ്റു താരങ്ങളെയൊന്നും കാണാത്തതിൽ നടി അസ്വാഭാവികത കണ്ടില്ല. പിന്നീട് സംവിധായകൻ ഇരുന്ന് തന്നോട് കഥ പറയാൻ ആരംഭിച്ചുവെന്നാണ് നടി വെളിപ്പെടുത്തിയത്. മറ്റു താരങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞെങ്കിലും ആ നടിയുടെ വേഷത്തെക്കുറിച്ച് അയാൾ പ്രതിപാദിച്ചില്ല. സംവിധായകനോട് താൻ വേഷത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഗംഭീര വേഷമാണ് എന്ന മറുപടി. ഈ ഒരൊറ്റ കഥാപാത്രത്തിലൂടെ താരത്തെ പ്രശസ്തിയാക്കാമെന്നും സംവിധായകൻ. പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് നടിയോട് പറഞ്ഞു. എന്താണ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് ചോദിച്ചപ്പോൾ തന്റെ കയ്യിൽ കയറി പിടിച്ചുവെന്നും പേടിച്ചു വിറച്ച താൻ അയാളെ തള്ളിയിട്ട് പുറത്തേക്കോടി എന്നുമാണ് നടി വ്യക്തമാക്കിയത്. അപ്പോൾ തന്നെ താൻ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. പിന്നീട് അവിടേക്കെത്തിയ സംവിധായകൻ തന്നോട് കോംപ്രമൈസിന് ശ്രമിച്ചു. അയാളുടെ കുടുംബത്തെ ഓർത്ത് താൻ കേസാക്കിയില്ല എന്നാണ് നടി പറഞ്ഞത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആത്മ പ്രസിഡന്റായിരുന്ന ഗണേഷ് കുമാറിനെ കുറിച്ചുള്ള പരാമർശം അന്ന് വിവാദങ്ങൾക്കിടവരുത്തിയിരുന്നു. സീരിയൽ രംഗത്തെ ഒട്ടേറെ കൊള്ളരുതായ്മകളാണ് ഇപ്പോൾ ഒന്നൊന്നായി പുറത്തേക്കൊഴുകുന്നത്. അതിനിടയിൽ ബിജു സോപാനുവും SP ശ്രീകുമാറുമൊക്കെ പീഡനക്കേസിൽപ്പെടുമ്പോൾ പ്രേക്ഷകർ നടുങ്ങുന്നതും അതുകൊണ്ട് തന്നെ. ഈ ജനപ്രിയ താരങ്ങൾക്ക് എന്തുപറ്റി എന്ന ചോദ്യം പ്രേക്ഷകർ ഉയർത്തുന്നു. മമ്മൂട്ടി ചിത്രമായ രാജമാണിക്യത്തിലൂടെയാണ് ബിജു സോപാനം അഭിനയ രംഗത്തേക്ക് ശക്തമായി കടന്നു വന്നത്. പിന്നീട് സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞതോടെ സീരിയലിലേക്ക് ചുവടുമാറ്റി. ഫ്ലവേഴ്സ് ടെലിവിഷനിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ഉപ്പും മുളകും എന്ന സീരിയലിൽ ഏറെ ശ്രദ്ധേയ വേഷത്തിലൂടെ പ്രേക്ഷക കയ്യടി. പരിപാടി ജനപ്രിയമായതിന് തൊട്ടു പിന്നാലെ സിനിമാ ലോകത്തേക്ക് വീണ്ടും ചുവടുവെച്ചു. സൈറാബാനു എന്ന ചിത്രത്തിൽ സുബ്ബു എന്ന വക്കീൽ ഒരു മികച്ച അഭിനയ പ്രകടനം. ആന്റണി സോഡി സംവിധാനം ചെയ്ത ചിത്രത്തിൽ മഞ്ജു വാര്യരായിരുന്നു നായിക. പിന്നീട് സുരാജ് വെഞ്ഞാറമൂട് നായകനായി എത്തിയ കുട്ടൻപിള്ളയുടെ ശിവരാത്രി എന്ന ചിത്രത്തിൽ സുരാജിന്റെ മരുമകനായി അരങ്ങ് തകർത്തു. അഭിനയ രംഗത്ത് ഏറെ ഭാവിയുള്ളവരാണ് SP ശ്രീകുമാറും ബിജു സോപാനുവുമൊക്കെ. ഇരുവർക്കുമെതിരെ ഉയർന്നിരിക്കുന്നത് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ്. അതും നടിയെ ക്രൂരമായി പീഡനം നടത്തി എന്ന കുറ്റം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.